ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ വൈകുന്നേരം മുതൽ നാളെ ഉച്ചവരെയൊക്കെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ലഞ്ച് ബോക്സിൽ സ്കൂളിലും ജോലിക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഈസി 1 പോട്ട് ചിക്കൻ റൈസ് റെസിപ്പിയും നമ്മൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാൻ കുറച്ച് പ്രിപ്പറേഷൻസും ഗ്രോസറി ഷോപ്പിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നിപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വന്നത്. അപ്പം നമ്മുടെ താഴെ വെച്ചിരിക്കുന്ന ചെടികളേക്കാൾ കൂടുതൽ ചെടികൾ നമ്മുടെ മുകളിലത്തെ നിലയിൽ ഒരു റൂമിൽ ഞാൻ ഒരു ഷെൽഫൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഓഫുള്ള ദിവസങ്ങളാണ് മിക്കവാറും ചെടികൾക്ക് വെള്ളം ഒഴിക്കാറ്. ഇപ്പം പിന്നെ വിന്റർ ടൈം ആയതുകൊണ്ട് നമ്മൾ അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി സമ്മർ ടൈം ആണെങ്കിലും ഓരോ ചെടികൾക്ക് ചെടികളുടെ ചട്ടിയുടെ വലുപ്പം അനുസരിച്ചൊക്കെ പെട്ടെന്ന് വാടിപ്പോകുന്ന ചെടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് നോക്കി വെള്ളം ഒഴിക്കുക. എന്നാലും മിക്കവാറും ഓഫ് ഡേയ്സിലാണ് വെള്ളം ഒഴിക്കാറ്. ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിലെന്തെങ്കിലും ഉണങ്ങിയ ഇലകളോ പഴുത്ത ഇലകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ക്ലീൻ ചെയ്തങ്ങ് പോകും. അപ്പം നമ്മുടെ ചെടികൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഞാൻ ചെടികൾക്ക് ഒഴിക്കാനുള്ള വെള്ളം ഇതുപോലെ ജ്യൂസ് കുപ്പിക്കകത്തും പാലിൻ്റെ ഒഴിഞ്ഞ ബോട്ടിലിനകത്തും ഒക്കെ പിടിച്ചിട്ട് ഒന്നുകിൽ നമ്മുടെ ഗരാജിൽ വെക്കും. വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു യൂസ് ചെയ്യാത്ത ബാത്ത് ടബ് ഉണ്ട്, അതിൽ വെക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും ലീക്ക് വന്നാലും ബാത്ത് ടബിൽ സേഫ് ആണല്ലോ. അതുകൊണ്ട് അത് റൂം ടെമ്പറേച്ചറിലോട്ടായിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഡയറക്റ്റ്ലി ടാപ്പിൽ നിന്ന് പിടിച്ചൊഴിക്കുമ്പോൾ ഒന്നെങ്കിൽ ഒത്തിരി തണുത്ത വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് ചൂടായിട്ടുള്ള വെള്ളമൊക്കെ ആയി പോയാലോ. പിന്നെ ഇങ്ങനെ കുപ്പിയിലാക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ഒഴിക്കാനും കുറച്ച് എളുപ്പമുണ്ട്. ചെടിക്ക് വെള്ളം ഒഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നാളത്തേക്ക് പിള്ളേർക്ക് സ്കൂളിലും കൂടി കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ റൈസ് അങ്ങ് ഉണ്ടാക്കി വെക്കാം. അത് ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ ഒരു 1 പോട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചും കൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒഴിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നെയ്യ് മാത്രം ഒഴിക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ചെറിയ തക്കോലം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വന്നപ്പം ഒരു വലിയ സവാള അല്ലെങ്കിൽ 2 മീഡിയം സവാളയും കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കളർ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കിയ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടു വരുമ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വലിയൊരു തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ 2 ചെറിയ തക്കാളി ആഡ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇനി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ പൊടി ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇത് കാശ്മീരി ചില്ലി പൗഡർ 3/4 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാല ആണെങ്കിൽ 3/4 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ബോണുള്ള ചിക്കനോ ബോൺലെസ് ചിക്കനോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് ബോണുള്ള ചിക്കൻ ആഡ് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇത് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകേണ്ടതായതുകൊണ്ട് ഈസി ആയിട്ട് കഴിക്കാൻ ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി ഒരു 5-10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ച് കംപ്ലീറ്റ് വെള്ളം കളഞ്ഞ് ഊറ്റി വെച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഉടഞ്ഞു പോവാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം. അരി സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ സൂക്ഷിച്ച് ഇളക്കിയെടുക്കുക. ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ പോവും. 3 കപ്പ് ബസ്മതി റൈസിന് ഞാൻ 6 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക. ഉപ്പ് എപ്പോഴും ഇത്തിരി മുന്നോട്ട് നിൽക്കുമ്പോഴാണ് അരിയൊക്കെ വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരൊറ്റ വിസിലിൽ കുക്ക് ചെയ്തെടുക്കാം. ആവി വന്നു കഴിയുമ്പം അതിനെ ആ ചൂടുള്ള അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ആവിയെല്ലാം കംപ്ലീറ്റ് പോയിട്ട് തുറന്നു നോക്കാം കേട്ടോ. അതൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് ഞാനൊരു ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. നമ്മളിപ്പോൾ വൈകുന്നേരമാണ് ഗ്രോസറി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ദൂരെയൊന്നും പോകണ്ട, ഇവിടെ അടുത്തുള്ള 2 കടയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഗ്രോസറി വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അതിപ്പോൾ ഒരു 4 സാധനം വാങ്ങിക്കാൻ പോവുകയാണെങ്കിലും ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് തന്നെ പോവുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മറന്നും പോവും, ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പം നമ്മൾ കുറച്ച് ഫോക്കസ്ഡ് ആവാനും എക്സ്ട്രാ എക്സ്പെൻസ് ഒഴിവാക്കാനും നമുക്ക് ഇതുപോലെ ഒരു ഗ്രോസറി ലിസ്റ്റ് ഭയങ്കര അത്യാവശ്യമാണ്. അതുപോലെ നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഗ്രോസറി വാങ്ങിക്കാൻ പോകരുത്. നമ്മുടെ ആ വിശപ്പ് കാരണം ഈ മിക്കവാറും ഷുഗറി ആയിട്ടുള്ള സാധനങ്ങൾ, സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മൾ കണ്ട കടശാണി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. വീട്ടിൽ വന്ന് കഴിയുമ്പോൾ അതിനോട് അത്ര ഇഷ്ടം കാണത്തുമില്ല. അപ്പോൾ നമ്മൾ ഗ്രോസറി ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ഇവിടെ അടുത്തുള്ള ഇന്ത്യൻ സ്റ്റോറിലാണ് വന്നത്. ഇതൊരു പഞ്ചാബി സ്റ്റോറാണ്. അത്യാവശ്യം നമ്മുടെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. പക്ഷെ നമ്മുടെ ഇന്ത്യൻ നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുന്നത് കുറച്ച് കുറവാണ്. അതിന് നമ്മൾ കേരള സ്റ്റോറിൽ തന്നെ പോകണം. അപ്പം ഞാൻ പീച്ച്
പീച്ചിങ്ങ നോക്കിയപ്പോൾ അത്ര ഫ്രഷ് അല്ലായിരുന്നു. അപ്പം കുറച്ച് പയറെടുത്തു. പിന്നെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് എല്ലാ അയൽസിലും കൂടി കയറി നടന്ന് നമ്മുടെ ഇന്ത്യൻ സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കി. അങ്ങനെ പച്ചക്കറികളൊക്കെ എടുത്തു. ഇവിടുന്ന് കുറച്ച് സിനമൺ സ്റ്റിക്കും കൂടി എടുക്കാനുണ്ട്. പിന്നെ ഇവിടുന്ന് ഇറങ്ങി നോ ഫ്രിൽസിലും കൂടെ കയറിയിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ വാങ്ങിച്ച ഗ്രോസറി ഐറ്റംസ് ഒക്കെ ജസ്റ്റ് പെട്ടെന്നൊന്ന് നോക്കി പോവാം. ഇത് നമ്മൾ ആ ഇന്ത്യൻ കടയിൽ നിന്ന് എടുത്ത പയറാണ്. ഇത് അവിടുന്ന് തന്നെ എടുത്ത ഫസി സ്ക്വാഷ് എന്ന് പറയുന്ന ഒരു പച്ചക്കറിയാണ്. നമ്മുടെ വെള്ളരിക്ക, കുമ്പളങ്ങയുടെ ഒക്കെ പകരം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ഒരു ഫാമിലിയൊക്കെയാണ്. പിന്നെ കുറച്ച് പുതിനയില, മല്ലിയില എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇന്ത്യൻ കടയിലാണ് പുതിനയില, മല്ലിയിലയ്ക്ക് മറ്റു കടകളെക്കാട്ടിൽ വില കുറവ്. പിന്നെ ഒരു വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊച്ചുള്ളി എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ കിട്ടുന്ന കൊച്ചുള്ളി അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിനമൺ സ്റ്റിക്സ് അതിനെ കണ്ടുപിടിച്ചു, അതെടുത്തു. പിന്നെ ഈ ജിഞ്ചർ ഗാർലിക് ക്യൂബ്സ്, ഈ ദീപ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നല്ല യൂസ്ഫുൾ ആണ്. അത് ഇടയ്ക്ക് കിട്ടുന്നില്ലായിരുന്നു, ഇപ്പൊ കിട്ടിയപ്പോൾ ഞാനൊരു 3 പാക്കറ്റ് അങ്ങ് എടുത്തു വെച്ചു. പിന്നെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. ഇന്ന് അവിടെ തക്കാളിക്ക് സെയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ എപ്പോഴും 1-2 പാക്കറ്റ് ഒന്ന് ബാക്കപ്പ് ആയിട്ട് വെക്കാറുണ്ട്. ചില അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പിള്ളേർക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തു വിടാമല്ലോ. അപ്പോൾ മാഗിയുടെ വെജ് ആട്ട ന്യൂഡിൽസ് എടുത്തിട്ടുണ്ട്. ചിങ്സ് എന്ന് പറയുന്ന ഈ ബ്രാൻഡിന്റെ മഞ്ചൂരിയൻ ഫ്ലേവറും എടുക്കാറുണ്ട്, സിംഗപ്പൂർ കറി ഫ്ലേവറും എടുക്കാറുണ്ട്. ഇത് പതാഞ്ജലിയുടെ ആട്ട ന്യൂഡിൽസ് ആണ്. ഇത് ആദ്യമായിട്ട് വാങ്ങിച്ചു നോക്കുകയാണ്. അപ്പോൾ അവിടെ കടയിൽ കണ്ട സമയത്ത് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ഐറ്റംസ്. ഇനി നോ ഫ്രിൽസിൽ നിന്ന് വാങ്ങിച്ച ഐറ്റംസ് ആണ്. നോ ഫ്രിൽസ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റോർ പോലെ തന്നെയുള്ള ഒരു സ്റ്റോറാണ്. അവിടുന്ന് 2 കുപ്പി പാൽ എടുത്തിട്ടുണ്ട്. ഇതൊരു ഗാർലിക് ബ്രെഡിന്റെ പാക്കറ്റ് ആണ്. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ തന്നെ 2 ചെറിയ പാക്കറ്റ്സ് ഉണ്ട്. കുറച്ച് നാളായിട്ട് നമ്മൾ കോസ്കോയിലെ സവർഡോ ബ്രെഡ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അതും ഇതുപോലെ 2 പാക്ക് ഒരു വലിയ പാക്കിലാക്കി കിട്ടുന്നതാണ്. ഇപ്പൊ കുറച്ച് നാൾ അത് തന്നെ യൂസ് ചെയ്തതുകൊണ്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗാർലിക് ടോസ്റ്റ് വാങ്ങിച്ചതാണ്. പിന്നെ നമ്മളൊരു 3 പാക്കറ്റ് സവാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് നമ്മുടെ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്കിങ്ങനെ പാക്കറ്റിലാക്കിയിട്ടോ ലൂസായിട്ടോ ഒക്കെ വാങ്ങിക്കാം. പിന്നെ ഒരു പാക്കറ്റിലെ ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏത്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നാനക്കിൻ്റെ ദഹി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഡേറ്റ് ഫെബ്രുവരി 28 വരെ ഉള്ളതുകൊണ്ട് 2 പാക്കറ്റ് അങ്ങ് വാങ്ങിച്ചു. അപ്പം നമുക്കിതെല്ലാം കൂടി ഒരാഴ്ചയിലൊന്നും തീരത്തില്ല. ചില സാധനങ്ങളൊക്കെ വില കുറവൊക്കെ കാണുമ്പോൾ വാങ്ങിച്ചു വെക്കും, ഡേറ്റും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഇത് ഒരാഴ്ചയിൽ കൂടുതലൊക്കെ യൂസ് ചെയ്യാനുള്ളതുണ്ടാവും. അങ്ങനെ നമ്മൾ ഗ്രോസറി ഒക്കെ ഇനി ഒന്ന് എടുത്തു വെക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിക്കുന്ന കോസ്കോയിലെ സവർഡോ ബ്രെഡിന്റെ പാക്കറ്റ്. ഇതിപ്പോൾ ഹാഫ് യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലത്തെ 2 പാക്കറ്റ് ആയിട്ടാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. വേറൊരു ബ്രാൻഡിലുള്ളതും അവിടെ സവർഡോ ബ്രെഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ പിള്ളേർക്കും ഒക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് ഇതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ റൈസ് എന്തായി എന്ന് നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആവിയൊക്കെ പോയിട്ടാണ് നമ്മുടെ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല ചൂടുള്ളതുകൊണ്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞിരിക്കും. അപ്പോൾ ഇതൊന്ന് ആറി വരുമ്പോഴാണ് റൈസ് ഒക്കെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലോട്ട് വരുള്ളൂ. അപ്പോൾ കുക്കറിൽ അത്രയും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വലിയ പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഒരുപാട് മസാലയൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. ആ വലിയ ചൂട് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ തന്നെ നമ്മുടെ റൈസും ചിക്കനും ഒക്കെ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കിട്ടും. ഇങ്ങനെ തന്നെയോ അല്ലെങ്കിൽ നമുക്കൊരു സാലഡിന്റെയോ അച്ചാറിന്റെ കൂടെയോ ഒക്കെ കഴിക്കാം. ഇനി നാളത്തേക്കുള്ള കുറച്ച് പച്ചക്കറികളൊന്ന് കട്ട് ചെയ്ത് വെക്കാൻ ഇരുന്നതാണ്. അപ്പം നമ്മുടെ സ്ഥിരം പച്ചക്കറി കട്ട് ചെയ്യുന്ന സ്പേസ് ഇവിടെ ഹോംവർക്ക് ചെയ്യുന്നവർ കയ്യേറിയതുകൊണ്ട് ഞാൻ പതുക്കെ നമ്മുടെ ഡൈനിങ് ടേബിളിലോട്ട് പോന്നു. ഇപ്പം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന പയറുണ്ടല്ലോ, അത് ഞാൻ കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ആക്കി കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ച് പിന്നെ കുറച്ച് നമ്മുടെ നോർമൽ വാട്ടറിലൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ചതാണ്. അതിനെ നാളത്തേക്ക് തോരനാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. തോരൻ പോലെയുള്ളതിന് കട്ട് ചെയ്യാൻ കുറേ സമയം എടുക്കുമല്ലോ. അപ്പം നമുക്ക് സമയമുള്ളപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ രാവിലെ നല്ല എളുപ്പം ഉണ്ടാവും. പിന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഫസി സ്ക്വാഷ്, നമ്മുടെ കുമ്പളങ്ങ വെള്ളരിക്കയ്ക്ക് പകരം യൂസ് ചെയ്യുന്ന സാധനം, അതെപ്പോഴും 2 എണ്ണം വാങ്ങിച്ചിട്ട് 1 എണ്ണം ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കി കഴുകി സാമ്പാറിന്റെ പരുവത്തിലും കട്ട് ചെയ്ത് വെക്കും. 1 എണ്ണം നമ്മുടെ അവിയലിന്റെ പരുവത്തിലും കട്ട് ചെയ്ത് വെക്കും. റെഡി ടു യൂസ് പരുവത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഫ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ തോ ചെയ്യാനോ വാഷ് ചെയ്യാനോ ഒന്നും പോവരുത്. സാമ്പാർ പരുവത്തിൽ കട്ട് ചെയ്ത പീസസിനകത്തുനിന്ന് കുറച്ച് പീസസ് എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. നാളത്തേക്കായതുകൊണ്ട് അത് ഫ്രീസ് ചെയ്യേണ്ട, അത് നമുക്ക് പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളതൊക്കെ എടുത്ത് നമ്മുടെ ഫ്രീസറിൽ വെച്ചു. പിന്നെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ പതിവ് ക്ലീനിങ് പരിപാടി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ചിക്കൻ റൈസ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലാക്കി അതും വിനീതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. വാണിക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസമാണ് ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്, തേഴ്സ്ഡേ ഫ്രൈഡേ ഒക്കെ ആയിട്ട്. അപ്പോൾ വാണി അതിൻ്റെ ഒരു കംപ്ലീഷൻ പരിപാടികളിലൊക്കെയാണ്. അങ്ങനെ കിച്ചണും സിങ്കും ഒക്കെ ഒന്ന് ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ മേളിലോട്ട് പോയി പിള്ളേർക്ക് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബാഗും യൂണിഫോമും ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കും. ബാഗിൽ നമുക്ക് എന്തെങ്കിലും സബ്മിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫോംസ് നമ്മൾ പേരൻസ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതോ ഒക്കെ ഉണ്ടെങ്കിൽ തലേന്ന് തന്നെ ഒന്ന് എടുത്തു വെച്ചാൽ നമ്മുടെ ഈ രാവിലത്തെ വെപ്രാളത്തിൽ മറന്നു പോകുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ കിച്ചു രാവിലെ സ്കൂളിൽ പോയി, വിനീത് ജോലിക്കും പോയി. ഇനിയിപ്പോൾ വാണീനെ വിടാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുവാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റൈസ് ഒക്കെ എടുത്തൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ചൂടാക്കി ലഞ്ച്
ലഞ്ച് ബോക്സിലോട്ടൊന്ന് പാക്ക് ചെയ്യണം. പിന്നെ വെള്ളവും ഒരു സ്നാക്കും. ഫുഡ് പാക്ക് ചെയ്യുന്ന സമയത്ത് കഴിവതും ഇവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. വെറുതെ നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ മക്കളായാലും എല്ലാവരും കഴിക്കുന്ന ഫുഡിനെ കുറിച്ച് നമുക്കറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഫുഡ് പാക്ക് ചെയ്ത് കൊടുക്കുക. അവർ കഴിക്കുന്ന ഒരളവനുസരിച്ചിട്ട് നമ്മൾ ഫുഡ് പാക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ വീട്ടിൽ അങ്ങനെ എല്ലാവർക്കും സെപ്പറേറ്റ് മെനു ഒന്നുമില്ല. എല്ലാവർക്കും കൂടി ഒരൊറ്റ കുക്കിങ്ങേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ കഴിക്കാത്തൊരു ഫുഡ് ഒരാൾക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവരുടെ കഴിക്കുന്ന ഒരളവ് വെച്ചിട്ട് കഴിക്കുന്ന സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഫുഡ് അനാവശ്യമായിട്ട് വേസ്റ്റ് ആക്കുന്നത് ഒഴിവാക്കാമല്ലോ. അപ്പം ഞാനൊരു ചെറിയ ബൗളെടുത്ത് കുറച്ച് ചിക്കൻ റൈസൊക്കെ ഒന്ന് ചൂടാക്കി ചൂട് പോകാത്ത ഒരു പാത്രത്തിലാക്കിയിട്ട് ലഞ്ച് ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്തു. ഇന്ന് സ്നാക്കായിട്ട് കുക്കീസാണ്. പിന്നെ ഈ ഒരു വാട്ടർ ബോട്ടിലാണെങ്കിലും ഇതൊരു തെർമോ ഫ്ലാസ്ക് ആണ്. അപ്പോൾ ചെറിയൊരു ചൂടുവെള്ളമൊക്കെ ഒഴിച്ചാൽ ചൂട് നിൽക്കുകയും ചെയ്യും. ഫുഡ് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് സിറ്റിയിൽ നിന്ന് തന്ന ഈ ഒരു വലിയ ബക്കറ്റും ഉണ്ട്. പിന്നെ അത് അപ്പുറത്തിരിക്കുന്ന കുഞ്ഞ് വെള്ള ബാസ്ക്കറ്റും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴുകി സിങ്കിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ഇതാ വെള്ളമൊക്കെ വാർന്നിരിക്കുന്നുണ്ട്. അതിനകത്തോട്ട് ഈ കവറൊക്കെ ഇട്ട് ഇനി സിങ്കിൻ്റെ താഴോട്ടൊന്ന് വെക്കണം. അപ്പോൾ ആ കുഞ്ഞു വെള്ള ബക്കറ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് ഞാൻ പണ്ട് ഐസ്ക്രീം ബക്കറ്റായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കുന്ന ചെറിയ കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കൗണ്ടറിൻ്റെ മുകളിൽ വെച്ച് യൂസ് ചെയ്യാമല്ലോ. പിന്നെ അത് നിറയുമ്പം ഇതിനകത്തോട്ട് ഡംപ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഈ ബക്കറ്റിനകത്ത് കവർ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ന്യൂസ് പേപ്പറോ നമുക്ക് വേണ്ടാത്ത വേസ്റ്റ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ വെള്ളമയം അതിനകത്തോട്ട് അങ്ങ് അബ്സോർബ് ആയി പോകും. അപ്പം നമുക്ക് ഈ പ്ലാസ്റ്റിക് ബക്കറ്റ് കുറച്ച് വൃത്തിയായിട്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. രാവിലത്തെ അത്യാവശ്യ പരിപാടികളൊക്കെ കഴിഞ്ഞ് വാണീനെയും ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9 മണി ആവാറായിട്ടുണ്ട്. ഇനി കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് എനിക്കിന്ന് കണ്ണ് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റും ഉണ്ട്. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് അവിടെയും പോകണം. കുറച്ച് പച്ചക്കറികളൊക്കെ നമ്മൾ വൈകുന്നേരം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഫിഷും കൂടി ഒന്ന് റെഡി ആക്കിയിട്ട് അതും കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇത് സാൽമൺ ഫിഷാണ്. ഇത് നമുക്ക് തൊലിയോടുകൂടി തന്നെ കുക്ക് ചെയ്യാം. പക്ഷെ നമുക്കിവിടെ എല്ലാവർക്കും തൊലി മാറ്റിയിട്ട് ഫ്രൈ ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തൊലി ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രോസൺ ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ തൊലി ഇളക്കുന്നതാണ് എളുപ്പം. പക്ഷെ നമ്മൾ ഈ ഷാർപ്പായിട്ടുള്ള കത്തി വെച്ച് ചെയ്യുമ്പം അത് തെറിച്ച് വന്ന് നമ്മുടെ കയ്യിൽ കൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കൈ ഒന്ന് മാറ്റി വെച്ചിട്ട് അഭ്യാസ പ്രകടനമാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് അതിൻ്റെ തൊലി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ പേപ്പർ ടവൽ വെച്ചിട്ടൊന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് ഇഞ്ഞ് പോരും. അതിൻ്റെ തണുപ്പൊക്കെ മാറി തോ ആയതിനു ശേഷം നമ്മൾ തൊലി പൊളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫ്ലഷും കൂടി ഇങ്ങനെ ഇളകി വരും. അതുകൊണ്ടാണ് ഫ്രോസൺ ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ തൊലി പൊളിക്കുന്നതാണ് എളുപ്പം. അപ്പം നമ്മളിങ്ങനെ കത്തി വെച്ച് ഇടയ്ക്ക് സൈഡൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുത്താൽ മതി. കൈ തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പർ ടവൽ അങ്ങ് യൂസ് ചെയ്യും. ഇനി നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മല്ലിപ്പൊടി, ഇച്ചിരി ഉപ്പ്, പിന്നെ ഇച്ചിരി നമ്മുടെ കുരുമുളക് പൊടി, അതിൻ്റെ കൂടെ ഇച്ചിരി പെരിഞ്ജീരകം പൊടിച്ചിപ്പോൾ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഗാർലിക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരമായിട്ട്. അതുപോലെ നമുക്ക് ഒനിയൻ പൗഡർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ ഗാർലിക് പൗഡർ ഒനിയൻ പൗഡറും ഒന്നും ഒരുപാട് ഇടരുത്. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അത് കയ്പ്പ് വരും. അപ്പോൾ ആ ഒരു പരുവത്തിൽ കുറച്ച് ആഡ് ചെയ്താൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലതാണ്. അപ്പോൾ നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ബാക്കി കുക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ ഫിഷും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. എളുപ്പത്തിന് 2-3 അടുപ്പിൽ ഒരുമിച്ച് അങ്ങ് കുക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഓൾമോസ്റ്റ് എടുക്കുന്ന സാധനങ്ങളൊക്കെ സെയിം ആണെങ്കിൽ നമുക്ക് കുക്കിംഗ് കുറച്ച് എളുപ്പമാണല്ലോ. പിന്നെ ഈ കട്ടിങ്ങിനാണ് എപ്പോഴും കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നത്. അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഇനിയുള്ള കുക്കിംഗ് എല്ലാം ചടപടയെന്ന് നമുക്ക് തീരും. അപ്പം നമ്മുടെ 2 പാനിലായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് വലിയ കുപ്പിയിലാണ് നമുക്ക് ഈ വെളിച്ചെണ്ണ കിട്ടുന്നത്. എത്ര ക്ലീൻ ചെയ്ത് വെച്ചാലും ചില സമയത്ത് നമ്മൾ അതിൽ പിടിക്കുമ്പോൾ കൈ ഒന്ന് തെന്നിപ്പോയാൽ എല്ലാ വെളിച്ചെണ്ണയും കൂടെ താഴോട്ട് വീഴും. അങ്ങനെ ഈയിടെ ഒന്ന് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിനെ ഒരു കൊച്ചു കുപ്പിയിലോട്ട് ആക്കി വെക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ രാത്രിയിൽ കട്ട് ചെയ്ത് വെച്ച പയറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് കടുകൊക്കെ പൊട്ടിച്ച് സവാളയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് അതും, പിന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് വഴുതനങ്ങ ഇന്നലെ വാങ്ങിച്ചായിരുന്നല്ലോ, അതിനെ ഒന്ന് മെഴുക്ക് വരട്ടുകയും കൂടെ ചെയ്യണം. അപ്പം 2 ഉള്ളി വേണ്ടതുകൊണ്ട് ഉള്ളിയൊക്കെ ഒരുമിച്ചൊന്ന് നന്നാക്കി എടുത്തു. അതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് 2ഉം പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അടുക്കളയിൽ നമുക്ക് കൂടുതൽ ആളുകളൊക്കെ ഒരുമിച്ച് ഒരേ സമയം കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഒരാൾ കട്ട് ചെയ്ത് തരിക, കുക്ക് ചെയ്യുക ഒക്കെ എളുപ്പമാണ്. അതില്ലെങ്കിൽ നമ്മൾ തലേന്നോ നമുക്ക് സമയം കിട്ടുന്ന സമയത്തോ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ പണികൾ കുറച്ച് എളുപ്പമാവും. നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങ ഉണ്ടല്ലോ, ഫസ്സി സ്ക്വാഷ്, അതിനെയും ഞാനൊന്ന് പാത്രത്തിലോട്ട് എടുത്തു. ഇതിനിടയ്ക്ക് ഞാൻ വഴുതനങ്ങ മെഴുക്കുരട്ടി പരുവത്തിൽ കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞളും കൂടെ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മെഴുക്കുരട്ടിയും തോരനും ഒക്കെ അടുപ്പിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മുടെ മോരുകറി പുളിശ്ശേരി പരിപാടിയാണ്. അപ്പം നമ്മുടെ ആ കുമ്പളങ്ങയ്ക്കകത്തോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി അതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങയൊക്കെ അരച്ച് പുളിശ്ശേരി വെക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. തേങ്ങയും ജീരകവും ഒക്കെ നല്ല പേസ്റ്റ് പോലെ അരച്ച് ചേർത്ത് തൈരൊക്കെ ചേർത്ത് കടുക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത്
ഇത് മൂന്നും ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫിഷും കൂടി ഫ്രൈ ചെയ്തെടുത്ത് കുളിച്ചിട്ട് വേണം ഇനി കണ്ണ് ഡോക്ടറെ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കണ്ണിൻ്റെ ഡ്രൈനെസ്സിൻ്റെ പ്രശ്നം തന്നെ 3 ആഴ്ചത്തേക്കുള്ള മരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തേത് ഒരു ഫോളോ അപ്പ് അപ്പോയിൻമെൻ്റ് ആണ്. അപ്പം മരുന്നിൻ്റെ ഡോസ് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഒരു കുക്കിംഗ് കഴിഞ്ഞാൽ കുളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ ഡ്രസ്സ് മാറിയാലും ആ ഒരു സ്മെല്ലായിരിക്കും. അപ്പം ഇനിയൊന്ന് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് പോകണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഫിഷും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പുളിശ്ശേരിക്കുള്ള കടുക് വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കടുകിട്ട് പൊട്ടി വന്നപ്പോൾ ഉലുവ ചേർത്ത് കൊടുത്തു, ജീരകം ചേർത്ത് കൊടുത്തു, കുറച്ച് കൊച്ചുള്ളിയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കറിവേപ്പില ആഡ് ചെയ്യാൻ മറന്നുപോയി എന്നുള്ളത് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് കടുക് വറുത്ത് ചേർത്താൽ മതി. പുളിശ്ശേരിയും വഴുതനങ്ങ മെഴുക്കുവരട്ടിയും പയറുതോരനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാൻ പാകത്തിനുള്ള പാത്രത്തിലോട്ടാക്കി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഫിഷ് ഫ്രൈ മാത്രം നമ്മുടെ പാത്രത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. തലയിലൊക്കെ ഒന്ന് ഷാമ്പൂ ഇട്ട് കുളിക്കാമെന്ന് വിചാരിച്ച് മോളിൽ ചെന്ന് എണ്ണയൊക്കെ പുരട്ടി നിന്നപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ വാഷ്റൂം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഓടിപ്പോയിന്ന് കുളിച്ചിട്ട് വന്നു. ഇനിയിപ്പം നമ്മൾ ഡോക്ടറെ കാണാൻ പോവാണ്. ഡോക്ടറെ കണ്ട് ചിലപ്പോൾ പുതിയ മരുന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാർമസി പോയി അതിൻ്റെ പ്രിസ്ക്രിപ്ഷനൊക്കെ കൊടുത്ത് പിന്നെ 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രിസ്ക്രിപ്ഷനൊക്കെ വാങ്ങിക്കാൻ തിരിച്ചു പോകേണ്ടത്. ചില സമയത്ത് ഞാൻ പ്രിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ട് ഇനി പോരും. വൈകുന്നേരം വിനീത് ജോലിയിൽ നിന്ന് വരുന്ന വഴിക്ക് അതിങ്ങി വാങ്ങിച്ചുകൊണ്ട് പോരുകയാണ് ചെയ്യുന്നത്. ഈ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട് ഉണ്ട്. അപ്പം നമുക്ക് കൊടുക്കാൻ അങ്ങനെ ഒരുപാട് ദൂരം ഒന്നും പോകണ്ട. ഫാർമസി തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ. അപ്പം ഞാൻ നമ്മുടെ ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ മഞ്ഞൊന്നും പെയ്യുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ജാനുവരി ഫെബ്രുവരി ടൈം ഇവിടെ നല്ല തണുപ്പായിരിക്കും. അപ്പം അതിൻ്റെ ഒരു തണുപ്പുണ്ട്. ഞാൻ നമ്മുടെ ക്ലിനിക്കിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, മഞ്ഞൊന്നും വീണ് കിടക്കുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പം ഇനി ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷനൊക്കെ വാങ്ങിച്ച് ഫാർമസിയിലും കൂടി പോട്ടെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ. ഓരോ ലൈക്കും ഓരോ കമൻറ്റും എനിക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷനാണ്, എനിക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. ഓരോ കമൻറ്റും അത്രത്തോളം ഇഷ്ടത്തോടെയാണ് ഞാൻ വായിക്കുന്നതും റിപ്ലൈ തരുന്നതും. സ്ഥിരമായിട്ട് നമുക്ക് കമൻ്റ് ഇട്ട് ഒരുപാട് സ്നേഹവും സപ്പോർട്ടും തരുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പേരെടുത്ത് പറയാത്തത് ആരുടെയെങ്കിലും പേര് വിട്ടുപോകുമോ എന്നുള്ള പേടികൊണ്ടാണ്. അതിൽ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, നമ്മുടെ യൂട്യൂബിലൂടെ നമ്മുടെ ഫാമിലി ആയി മാറിയവരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.